ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. ജയനോട് പണം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പ്രിയ. പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്നും അതിൽ നിന്നും കിട്ടിയ കാശാണെന്നും അഡ്വാൻസ് തുകയാണെന്നുമൊക്കെ ജയൻ പറയുന്നുണ്ടെങ്കിലും പ്രിയ അതൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ പ്രിയയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ജയൻ കാണുന്നത് പുറത്ത് അവരുടെ ശബ്ദങ്ങളെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന രാധമ്മയും വേണുവിനെയുമാണ്. മോനെ, ഇതൊരു ചെറിയ വീടായതുകൊണ്ട് തന്നെ നിങ്ങളുടെ വഴക്ക് ഞങ്ങളും കേട്ടു. അവൾ ചോദിച്ചതും ന്യായമല്ലേ മോനെ? നിന്റെ ബിസിനസ് തകർന്നതിന്റെ കടമൊന്നും നീ ഇതുവരെ വീട്ടിൽ തീർന്നിട്ട് പോലുമില്ല. പിന്നെ നിനക്ക് എവിടുന്നാ ഇപ്പോൾ ഇത്രയും കാശ് കിട്ടിയത്? എടാ, ഒരിക്കൽ കള്ള് ഗ്ലാസ് എടുക്കുമ്പോൾ നീ നിന്റെ മകളുടെ മുഖമൊന്ന് ഓർത്തു നോക്ക്. നീ മനുഷ്യനാണെങ്കിൽ പിന്നെ കുടിക്കില്ലെന്ന് രാധമ്മ പറയുന്നു. തുടർന്ന് വേണുവും കരഞ്ഞുകൊണ്ട് ജയനോട് ഓരോന്ന് പറയുമ്പോഴേക്കും ജയൻ അവിടുന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സൂര്യമംഗലം തറവാടാണ്. ആഹാരം വളരെ നന്നായിട്ടുണ്ടെന്നും അടുത്തൊന്നും ഞാൻ ഇങ്ങനെ ആഹാരം കഴിച്ചിട്ടില്ലെന്നും രാജു പറയുമ്പോൾ അതേന്ന് ഋതികയും പറയുന്നു. തുടർന്ന് രാജുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഋതിക. മേഡം എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് രാജു ചോദിക്കുമ്പോൾ ഋതിക പറയുകയാണ്, അത് പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാ നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചതാ രാജു. അതേസമയമാണ് അങ്ങോട്ടേക്ക് സരസ്വതി ചെല്ലുന്നത്. നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സമയമായില്ലല്ലോ എന്ന് രാജു ഋതികയും പറയുന്നു. അല്ല, ഇവിടെ സന്ധ്യയാകുമ്പോൾ തന്നെയും മൊത്തം ഇരട്ടി ഒരു ഉറങ്ങുന്ന ഫീൽ തന്നെ വരും, അതാ ഞാൻ ചോദിച്ചത്. പിന്നെ രാത്രി നിങ്ങൾ മൃഗങ്ങളുടെ ശബ്ദമെല്ലാം കേട്ടെന്നിരിക്കും. എഴുന്നേറ്റ് പോകാനൊന്നും നിൽക്കണ്ട. ആരും നമ്മുടെ ഈ കെട്ടിടത്തിനകത്തോട്ട് കയറില്ല. ചുറ്റും കാവലിനും ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി ഉറങ്ങാനായി പോകുന്നു. അങ്ങനെ സരസ്വതി തമ്പുരാട്ടി അവിടുന്ന് പോയി കഴിയുമ്പോഴേക്കും ഷീറ്റെടുത്ത് താഴേക്ക് വിരിക്കുകയാണ് രാജു. രാജു, എനിക്കിവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന്, മൃഗങ്ങളുടെ ശല്യമെല്ലാം ഉണ്ടാകുമെന്ന് അമ്മാമ്മ പറഞ്ഞത് രാജുവും കേട്ടതല്ലേ, അതുകൊണ്ട് ഇന്ന് ബെഡിൽ കിടന്നാൽ മതിയെന്ന് ഋതിക പറയുന്നു. ശരി, ഞാൻ കിടക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഡോൺ ടച്ച് എന്ന് രാജു പറയുമ്പോൾ ശരി, അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ഋതിക കട്ടിലിൽ കയറി കിടക്കുന്നു. തുടർന്ന് രാജു ഉറങ്ങിക്കഴിയുമ്പോൾ രാജുവിനോട് ചേർന്ന് കിടക്കുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് ഋതിക ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ എഴുന്നേൽക്കുന്ന രാജുവിനെയാണ്. എങ്കിലും ഋതിക മേഡത്തിന്റെ അമ്മ പത്മാവതി ഇപ്പോൾ എവിടെയായിരിക്കും? അവരെപ്പറ്റി എനിക്ക് കൂടുതലായൊന്നും അറിയില്ല. എന്നാലും എന്തായിരിക്കും ഈ അമ്മയും മകളും തമ്മിലുള്ള പ്രശ്നം? ഒന്നെങ്കിൽ അമ്മാമ്മയോട് ചോദിക്കാം, പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ കാര്യസ്ഥനോട് ചോദിക്കാം, ഇല്ലെങ്കിൽ സാറിനോട് തന്നെ ചോദിക്കാം. എന്താണെങ്കിലും എനിക്കതിനെപ്പറ്റി അറിഞ്ഞേ പറ്റൂ എന്നും രാജു തീർത്തു പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അംബികയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന പത്മാവതിയെയാണ്. എന്റെ കുടുംബവും തകർത്ത് എന്റെ ജീവിതവും തകർത്ത് നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വെടിയുതിർക്കുകയാണ് പത്മാവതി. പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്നും ഞെട്ടിച്ചാടി എഴുന്നേൽക്കുകയാണ് അംബിക. തുടർന്ന് അംബിക പറയുകയാണ്, ദൈവമേ, തറവാട്ടിലുള്ള ഋതിക എന്താണെങ്കിലും സത്യങ്ങളെല്ലാം അറിയും. പിന്നെ അത് വലിയ ആപത്തായിരിക്കുമല്ലോ. എന്റെ പഴയകാല ചരിത്രം അവൾ അറിഞ്ഞാൽ ആകെ കുഴപ്പമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പേടിയോടെ ഇരിക്കുകയാണ് അംബിക. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് രാജു ഋതികയും കൂടി ക്ഷേത്രത്തിൽ പോയി വരുന്നതാണ്. അങ്ങനെ അവര് തിരിച്ചു വീട്ടിലേക്ക് പോരുന്ന വഴി രണ്ട് ജോലിക്കാരെ കാണുകയാണ്. കൊച്ചു തമ്പുരാട്ടിയെ കണ്ടിട്ട് പത്മാവതി തമ്പുരാട്ടിയുടെ അതേ പകർപ്പ് പോലെയുണ്ട് ആ നടത്തവും ചിരിയുമൊക്കെ. ഇത് കേൾക്കുന്ന ഋതിക അവിടെ നിന്നൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുമ്പോഴേക്കും രാജു പുറകെ ഓടി ചെല്ലുകയാണ്. അതെന്താ മേഡം, സ്വന്തം അമ്മയുടെ കാര്യം അവര് പറഞ്ഞിട്ടും മേഡം ഒന്നും തിരിച്ചു പറയാതെ ഇങ്ങനെ നടന്നു വന്നത്? രാജു, എന്നെ ഉപേക്ഷിച്ചു പോയ എന്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല. ഒരു തവണയെങ്കിലും അമ്മയെ കാണണമെന്ന് മേഡത്തിന് ആഗ്രഹമില്ലേ എന്ന് രാജു ചോദിക്കുമ്പോൾ അമ്മയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും അറിയാൻ ശ്രമിച്ചാൽ അച്ഛൻ അച്ഛൻ്റെ ജീവിതത്തിൽ നിന്നും എന്നെ ഒഴിവാക്കുമെന്നും അതെനിക്ക് പേടിയാണെന്നും വിഷമമാണെന്നും ഋതിക പറയുന്നു. ഞാൻ എന്താണെങ്കിലും ആ ജോലിക്കാരോട് മേഡത്തിന്റെ അമ്മയെക്കുറിച്ച് തിരക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് രാജു അവരുടെ അടുത്തേക്ക് പോകുന്നു. തുടർന്ന് രാജു അവരോട് പത്മാവതിയെ പറ്റി അന്വേഷിക്കുന്നുണ്ടെങ്കിലും കൊച്ചു തമ്പ്രാട്ടിയുടെ പ്രായത്തിലാ ഞങ്ങൾ അവസാനമായി കണ്ടതെന്ന് ജോലിക്കാർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് തിരികെ വീട്ടിലെത്തുന്ന രാജുവിനെയും ഋതികയുമാണ്. തുടർന്ന് രാജു നേരെ കാര്യസ്ഥന്റെ അടുത്തേക്ക് ചെന്ന് പത്മാവതിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിലും മോന്റെ അച്ഛൻ വേണുവിനും എനിക്കും കാര്യങ്ങളെല്ലാം അറിയാമെന്നും പക്ഷേ തുറന്നു പറയാൻ ഒരു നിവൃത്തിയില്ലെന്നും അതൊന്നും തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെടില്ലെന്നും പറഞ്ഞുകൊണ്ട് കാര്യസ്ഥൻ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് തറവാടിനകത്തേക്ക് പഴയ പുസ്തകങ്ങളും ഓരോ സാധനങ്ങളും നോക്കുന്ന രാജുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.